കാസർഗോഡ് മോക്ക് പോളിംഗ് നടത്തിയപ്പോൾ ആർക്ക് വോട്ട് ചെയ്താലും BJPക്കാണ് വോട്ട് വരുന്നത്. സുപ്രീം കോടതി തന്നെ അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. VVPAT മുഴുവൻ എണ്ണണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഇലക്ഷൻ കമ്മീഷൻ്റെ മോക്ക് പോളിങ്ങിനകത്ത് ഉണ്ടായിട്ടുള്ള ഈ പരാതി ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ട ഒന്നാണ്. കാരണം നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ്. മോക്ക് പോളിങ്ങിനകത്ത് തന്നെ 5 മെഷീൻ കേടായെന്ന് ഉള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഏത് സ്ഥാനാർത്ഥി വോട്ട് ചെയ്താലും അത് താമരയിലാണ് അത് പതിയുന്നതെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിക്കണം. അത് തകരാറാണെങ്കിൽ ആ തകരാറ് റെക്ടിഫൈ ചെയ്യണം. VVPATകൾ എണ്ണുന്ന കാര്യത്തിൽ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ കേസ് സുപ്രീം കോടതിയിലുണ്ട്. സുപ്രീം കോടതി ആ കേസ് വാദം കേൾക്കുകയാണ്. കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം കാസർഗോഡ് ഉണ്ടായതിനെ ഗൗരവമായി കാണാൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്. ഈ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഒരു വശത്ത് പറയുമ്പോൾ പോലും മറുവശത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയാണ്. ആ കേസ് രാഷ്ട്രീയപരമാണെന്നുള്ളതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു മറുവാദം. അതിന് ഇരട്ടത്തപ്പില്ലേ? നമ്മളൊരു കാര്യം പറയട്ടെ. അതിന് യഥാർത്ഥത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ തടയാൻ രാജ്യത്തെ നിയമമുണ്ട്. അത് സത്യസന്ധമാകണം, ഏകപക്ഷീയമാകരുത്. എല്ലാവർക്കും ഒരുപോലെ നീതിയും നിയമങ്ങളും ബാധകമാകണം. അതാണ് ഞാൻ പറഞ്ഞത്. KK രമയ്ക്കെതിരെ സൈബർ ഇടങ്ങളിൽ ആക്ഷേപം ഉയർത്തിയാൽ പ്രശ്നമില്ല, ശൈലജ ടീച്ചർക്കെതിരെ പറഞ്ഞാൽ കുറ്റമാണ്. ആ നിലപാട് ശരിയല്ല. അതെല്ലായിടത്തും ഒരുപോലെ കാണാൻ തയ്യാറാകണം. കാസർഗോഡ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ എതിർ സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വർഗീയത ആളിക്കത്തിക്കത്തക്ക നിലയിലുള്ള പ്രചരണം അഴിച്ചുവിട്ടു. അതിനെതിരെ എന്താ കേസെടുക്കാത്തത്? അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നീതി നൽകാനുള്ള ബാധ്യത പോലീസിനുണ്ട്, ആഭ്യന്തര വകുപ്പിനുണ്ട്, നീതി നിർവഹണ സംവിധാനത്തിനുണ്ട്.